അപ്പോൾ നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് ചെമ്മീനും ചക്കക്കുരുവും കൂടെ വറുത്തരച്ചുള്ളൊരു കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഒരു 1 കിലോ ചെമ്മീൻ നന്നാക്കി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചക്കക്കുരു എടുത്ത് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് 5 പച്ചമുളകും കുറച്ച് വേപ്പിലയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു തേങ്ങ എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒരു 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ചെമ്മീനിൽ ചക്കക്കുരു, ഈ വറുത്തരച്ച പൊടിയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയും ഉപ്പും വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പം നമ്മൾ ചെമ്മീനിലേക്ക് ചക്കക്കുരും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളും ആവശ്യത്തിന് വെള്ളവും ഉപ്പും എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ കറി നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട്. നന്നായിട്ട് വറ്റിയിട്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചു കൊടുക്കാം. ആ തേങ്ങ നന്നായിട്ട് വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വറ്റി ചക്കക്കുരും ചെമ്മീനും ഒക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ജാറൊക്കെ കഴുകി ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും ചെമ്മീനും കൂടെ ഉള്ള തേങ്ങ വറുത്തരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. താളിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.